Welcome 7th standard children. The last lesson I have completed is that tribes, nomads and settled communities. That is the 7th chapter. But I think so your annual examination is going to start on March 20th something. That's what HM told. If it is like that way, I am going to skip off that 8th and 9th chapter. That's not much important. Somewhat the same. 6th, 7th and all, no, somewhat the same, it is continuing. So the 10th chapter I am going to start in this video. 10th chapter is very important, a little important that you all should know when you go to 8th standard. So if your annual examination is being postponed, then I will go through that 8th and 9th chapter, children, if I am getting time. So we will start with the 10th chapter. That is 18th century political formation. 18th century എന്ന് പറഞ്ഞാൽ ഏകദേശം ലാസ്റ്റ് എത്തി, ബ്രിട്ടീഷുകാരൊക്കെ വന്ന് തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് നമ്മളത് 19th century നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നത്. So we'll go to 18th century political formation. Now here they are telling there are two maps here. The two maps they are telling here. In these two maps, when you open your textbook, you go through these two maps. Now you can see the happenings in the first half of the 18th century. First half 18th century നടന്നതാണ് ഇതൊക്കെ. അതൊക്കെ എന്താണ്? ഇതിൻ്റെ അകത്തെ ബൗണ്ടറീസ് ഓഫ് മുഗൾ എംപയറിൻ്റെ അകത്ത് കുറേ ഇൻഡിപെൻഡൻറ്റ് കിങ്ഡംസ് വന്നു. അതാ നിങ്ങൾക്ക് കാണാം അവിടെ. ഹൈദരാബാദ്, മറാത്താസ്, ബംഗാൾ, മാൾവ, ഗുജറാത്ത്, കണ്ട അവാദ്, 6 ജാട്സ്, ഇതൊക്കെ ഇൻഡിപെൻഡൻറ്റ് കിങ്ഡംസ് ആണ് വന്നത്. അതാണ് ഈ മാപ്പിനകത്ത് കാട്ടുന്നത്. ഈ നെക്സ്റ്റ് മാപ്പ് ഇതിൻ്റെ അകത്ത് നമുക്ക് കാട്ടുന്നത് വേറെയും ഒരു ശക്തി വന്നു. അതായത് ബ്രിട്ടീഷ് എങ്ങനെ ശക്തപരമായിട്ട് ഈ ഈസ്റ്റേൺ ടെറിട്ടറീസാണ് ആദ്യം കീഴടക്കിയത്. കണ്ട ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ലൈറ്റ് ബ്രൗൺ ഇതിൽ കാണുന്നുണ്ട്, ഈസ്റ്റേൺ ടെറിട്ടറീസ് കണ്ട. അപ്പം ഈ രണ്ട് മാപ്പിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട് ഇത് ഇൻഡിപെൻഡൻറ്റ് കിങ്ഡംസ് അണ്ടർ ദ മുഗൾ എംപയർ, ഇത് ബ്രിട്ടീഷ് ഹൗ ദേ സക്സസ്ഫുള്ളി ഗ്രാബ്ഡ് കുറച്ചൊക്കെ കീഴടക്കിയത് ദ മേജർ ടെറിട്ടറി ഇൻ ഈസ്റ്റേൺ ഇന്ത്യ. അതാണ് ഈ രണ്ട് മാപ്പ് 1 ആൻഡ് മാപ്പ് 2. അപ്പോൾ in this chapter you will new political groups in the subcontinent. എങ്ങനെയാണ് അവർ ശക്തമായത് in the first half of the 18th century. അതായത് when ഔറംഗസീബ് died. ഔറംഗസീബാണ് അവസാനത്തെ മുഗൾ എംപറർ, കുറച്ച് പവർഫുൾ റൂളർ. അത് ഔറംഗസീബ് മരിച്ചതിന് ശേഷം പിന്നെ അവിടെ ഇൻഡിപെൻഡൻറ്റ് കിങ്ഡംസ് ഒക്കെ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ പൊട്ടി തുടങ്ങി. ടിൽ ദ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റ് അതാണ് പറയുന്നത്. അതുവരെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ വിൽ കം ടു ദ ക്രൈസിസ് ഓഫ് ദ എംപയർ ആൻഡ് ദ ലേറ്റർ മുഗൾസ്. നൗ വിൽ കം ടു ദാറ്റ്. നൗ ഇൻ ചാപ്റ്റർ 4 യു ആൾ ഹാവ് ലേൺഡ് അബൌട്ട് ദ മുഗൾ എംപയർ. എത്ര മുഗൾ എംപറേഴ്സ് അല്ലേ, അതൊക്കെ നിങ്ങൾ പഠിച്ചിരുന്നു. എങ്ങനെ അവർ ശക്തമായിട്ട് ഹൈറ്റ് ഓഫ് ഇറ്റ് സക്സസ്, അവരേറ്റവും മേലെ ഉള്ള സക്സസ്സിലെത്തി. ഇപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ദേ സ്റ്റാർട്ടഡ് ഫേസിങ് എ വെറൈറ്റി ഓഫ് ക്രൈസിസ് ടുവേർഡ്സ് ദ ക്ലോസിങ് ഇയേഴ്സ് ഓഫ് ദ 18th century. കണ്ടോ, 17th century. 17th century എൻഡ് ആകുമ്പോഴേക്കും എല്ലാം കൂടെ തകർന്ന് ഇതായി. നമ്മൾ എങ്ങനെയാണത് നമുക്ക് എംപറർ അത് എന്തുകൊണ്ടാണ് എംപറർ ഔറംഗസീബാണ് ലാസ്റ്റ് ഇവിടെ പറയുന്ന ഒരു പവർഫുൾ റൂളർ. അയാൾ തന്നെ ഒരുപാട് മിലിറ്ററി ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഒക്കെ ആളെ ഉപയോഗിച്ചു. എന്തിന്? ദ ലോങ് വാർ ഇൻ ദ ഡെക്കാൻ. അതിന് വേണ്ടിയിട്ട് ഒരുപാട് മിലിറ്ററി, ഒരുപാട് ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഏകദേശം അയാൾ മരിച്ചതോടെ എല്ലാം ഫൈനാൻഷ്യൽ ആയിട്ടൊക്കെ തകർപ്പൻ വന്നു ആ നമ്മളെ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ്. അതാണ് ഡെഫിഷ്യൻസി. അപ്പോൾ അങ്ങനെ ആരാണ് ശക്തമായിട്ട് വന്നത്? ഇറ്റ് ബിക്കെയിം ഡിഫിക്കൾട്ട്. എന്നതിൻ്റെ ശേഷം ഔറംഗസീബ് മരിച്ചതിൻ്റെ ശേഷം മറ്റേ മുഗൾ എംപറേഴ്സിനൊന്നും പിന്നെ എന്താണ് പിടിച്ചു നിർത്താൻ പറ്റിയില്ല. ടു ചെക്ക് ദ പവർഫുൾ മൻസബ്ദാർ. നിങ്ങൾ പഠിച്ചില്ലേ മുഗൾ എംപയറിൽ മൻസബ്ദാർ വെ അപ്പോയിൻറ്റഡ് ടു കളക്ട് ടാക്സ് ഒക്കെ അങ്ങനത്തെ ഓഫ്. ആൻഡ് നോബിൾസ് ഓൾസോ. മൻസബ്ദാർ നോബിൾസ് അപ്പോയിൻറ്റഡ് ആസ് ഗവർണേഴ്സ്. അവരെയാണ് സുബേദാർ. അപ്പോൾ മൻസബ്ദാറും സുബേദാർസൊക്കെ
ഭയങ്കര ശക്തമായിട്ട് വന്നു. അവരാണ് ഓഫീസസൊക്കെ കൺട്രോൾ ചെയ്തത്, റവന്യൂ ആൻഡ് മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഔറംഗസേബ് മരിച്ചതിന് ശേഷം പിന്നീടുള്ള മുഗൾ എംപ്രസിനൊന്നും അവരെ പിന്നെ ചെക്ക് ചെയ്യാൻ ശക്തിയില്ല, അത്ര ശക്തിയില്ല. ഇവരാണ് ശക്തിയായിട്ട് വന്നത്. So this gave the Mansabdar and the Subedar extraordinary political, economic and military powers. ഇതാണോ over vast region of the Mughal Empire. അങ്ങനെ ആ സമയത്താണ് പെസൻറ്റ് ഫാമേഴ്സ് ആൻഡ് ജമീന്ദാർ എന്ന് പറഞ്ഞാൽ കുറച്ച് ലോഡ്, അതായത് ജമ്മികൾ, ജമീന്ദാർ റിബല്യൻസ് ഒക്കെ പുറത്തു വന്നത് ഇൻ ദ നോർത്തേൺ ആൻഡ് വെസ്റ്റേൺ ഇന്ത്യ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഈ റിവോൾട്ടൊക്കെ വന്നത്? ബിക്കോസ് ഓഫ് ദ പ്രഷേഴ്സ് ഓഫ് മൗണ്ടിങ് ടാക്സസ്. ഈ ഫാമേഴ്സിനൊക്കെ ടാക്സ് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മൗണ്ടിങ് ടാക്സ് ടാക്സ് ഇങ്ങനെ കൂടി വരുന്ന അത് കാരണത്താണ് റിവോൾട്ട്സ് ഒക്കെ പുറത്തതായത്. അപ്പോൾ ദ മുഗൾ എംപറർ ആഫ്റ്റർ ഔറംഗസേബ് വേ അൺഎബിൾ ടു അറസ്റ്റ് ദ ഗ്രാജുവൽ ഷിഫ്റ്റിംഗ് ഓഫ് പൊളിറ്റിക്കൽ എക്കണോമിക്. ഈ പൊളിറ്റിക്കൽ അതോറിറ്റീനെയൊന്നും അവർക്ക് ചെക്ക് ചെയ്യാനും പറ്റുന്നില്ല, അറസ്റ്റ് ചെയ്യാനും ഉള്ള ശക്തിയില്ല. അങ്ങനെ അവരൊക്കെയാണ് ചീഫ്റ്റൻസ്, അവർ പ്രൊവിഷണൽ ഗവർണേഴ്സൊക്കെ ആയി ശക്തരായി വന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ സമയത്ത് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ക്രൈസിസിൻ്റെ നടുക്കൂടെ തന്നെ ദ റൂളർ ഓഫ് ഇറാൻ, അവിടെ പറയുന്നുണ്ട് നാദിർ ഷാ പ്ലണ്ടേർഡ് ദ സിറ്റി ഓഫ് ഡൽഹി ഇൻ 1739. ഇറ്റ് ടുക്ക് അവേ ഇമെൻസ് എമൗണ്ട് ഓഫ് വെൽത്ത്. അവിടുത്തെ സമ്പത്തൊക്കെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അതായത് ദ റൂളർ ഓഫ് ഇറാൻ, ഈ ക്രൈസിസിൻ്റെ നടുക്കൂടെ സംഭവിച്ചതാണ് നാദിർ ഷാ, ദ റൂളർ ഓഫ് ഇറാൻ. അതുകൂടാതെ അയാൾ എല്ലാ ഇമെൻസ് എമൗണ്ട് ഓഫ് വെൽത്ത് ഒക്കെ ഡൽഹിയിൽ നിന്നൊക്കെ കവർന്ന് കൊണ്ടുപോയ അതിൻ്റെ പിന്നാലെ തന്നെ വേറെയും അഫ്ഗാൻ റൂളർ അഹമ്മദ് ഷാ അബ്ദാലി ഹു ഇൻവേഡ് നോർത്ത് ഇന്ത്യ 5 times, 5 പ്രാവശ്യമാണ് ഇന്ത്യയിലേക്ക് വന്നിട്ട് എല്ലാ സമ്പത്തൊക്കെ കവർന്നു കൊണ്ടേത് ബിറ്റ്വീൻ 1748 ആൻഡ് 1760. കണ്ടോ? അപ്പോൾ ഈ ക്രൈസിസിൻ്റെ നടുക്കൂടെ അതും സംഭവിച്ചു. ദ റൂളർ ഓഫ് ഇറാൻ ആൻഡ് ദ റൂളേഴ്സ് ഓഫ് അഫ്ഗാൻ. അപ്പം അങ്ങനെ എല്ലാ ഭാഗത്തുനിന്നും സിവിയർ പ്രഷറാണ് വന്നത് ഫ്രം ഓൾ സൈഡ്സ്. ദ എംപയർ വാസ് ഫർദർ വീക്കൻഡ്. കണ്ടോ? വീണ്ടും അവർ വീക്കണായി ബൈ കോമ്പറ്റീഷൻ എമംഗ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് നോബിൾസ്. കണ്ടോ? ദേ വർ ഡിവൈഡഡ് 2 മേജർ ഗ്രൂപ്പ്. അങ്ങനെയാണ് 2 മേജർ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്ത്. ഒന്ന് ദ ഇറാനീസ് ആൻഡ് ദ തുറാനീസ്. തുറാനീസ് മീൻസ് ടർക്കിഷ് ഡിസെൻ്റ് ആണ്, ടർക്കിഷ്കാരാണത്. ദ ഇറാനീസ് ആൻഡ് ദ തുറാനീസ് ഫോർ എ ലോങ് ടൈം. അപ്പം മുഗൾ എംപറേഴ്സൊക്കെ അവരെ കൈമിലൊരു പപ്പറ്റ് മൈരി, ഒരു പാവകളെ പോലെ ആയിരുന്നു. ഇന്ത്യ ഹാൻഡ്സ്, ആരെ ഹാൻഡ്സിൻ്റെ? ദ ഇറാനീസ് ആൻഡ് ദ തുറാനീസിൻ്റെ കയ്യിൽ. അപ്പോൾ അവരത്രയും ഒരു അപ്പോൾ അതിൻ്റെ നടുക്കൂടെ പിന്നെ വേറൊരു സംഭവം നടന്നു. പോസിബിൾ കെയിം 2 മുഗൾ എംപറേഴ്സ്, ഫാറൂഖ് സിയാർ ആൻഡ് അലാംഗീർ were assassinated, were killed. കണ്ടോ? നടുക്കൂടെ ഇതും സംഭവിച്ചു. അതുകൂടാതെ 2 other Mughal rulers like the Ahmad Shah and Shah Alam II was blinded. അവരെ കണ്ണൊക്കെ ചുവന്നെടുത്ത് ബ്ലൈൻഡ് ആക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ അക്രമങ്ങൾ നടന്നു. നെക്സ്റ്റ് ഇസ് വാട്ട്? എമർജൻസ് ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്. അതായത് പുതിയ സ്റ്റേറ്റ്സ് വന്നു തുടങ്ങി ഈ മുഗൾ ഡിനസ്റ്റി നടുക്കൂടെ. Now with the decline എന്ന് പറഞ്ഞാൽ ഏകദേശം തകർന്ന് മുഗൾ എംപറേഴ്സ്, ദ ഗവർണേഴ്സ് ഓഫ് ലാർജ്, ദ സുബേദാറും ജമീന്ദാറൊക്കെ അവർ അതോറിറ്റി ഇൻ ഡിഫറെൻറ്റ് സ്ഥാപിച്ചു ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ സബ് കോണ്ടിനെൻറ്റ്. കണ്ടോ? Through the 18th century, the Mughal emperor gradually divided into number of independent regional states. കണ്ടോ? ഓരോരുത്തർ സ്വാതന്ത്ര്യമായിട്ട് ഭരിക്കാൻ തുടങ്ങി ഓരോ ഭാഗത്ത്. അങ്ങനെ 3 ഭാഗമായിട്ട് they were divided into 3 overlapping groups. അതാണ് 3 groups ആയിട്ട്. അതായത് states that were old Mughal provinces ആണ്. അവാദ്, in the map you can see Awadh, Bengal, ഹൈദരാബാദ്. കണ്ട? അത് ഓൾഡ് മുഗൾ പ്രോവിൻസസ് എന്നാണ് പറയുന്നത്. അവാദ്, ബംഗാൾ ആൻഡ് ഹൈദരാബാദ്. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നാലും അവർ കുറേയൊക്കെ പിന്നെ മുഗൾ എംപറേഴ്സ് ആയിട്ട് ഒരു ടച്ച് ഉണ്ടായിരുന്നു. ദേ ഹാഡ് ദിയർ ഫോർമാലിറ്റീസ് വിത്ത് എ മുഗൾ എംപറർ. ഇത് 3 ദ ഓൾഡ് മുഗൾ പ്രോവിൻസ്, അവാദ്, ബംഗാൾ ആൻഡ്
ഹൈദരാബാദ്. നാളെ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെയാണ് റൂൾ ചെയ്തത്. പിന്നെ സെക്കൻഡ് ഡിവിഷൻ എന്തായിരുന്നു? സ്റ്റേറ്റ്സ് ദാറ്റ് ഹാവ് എൻജോയ് പൂർണ്ണമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റൂൾ ചെയ്തത് അണ്ടർ ദ മുഗൾസ്. അതാണ് ദ വട്ടൻ ജാഗീർസ്, ദാറ്റ് ഇസ് സെവറൽ രാജ്പുട്ട് പ്രിൻസിപ്പാലിറ്റീസ്. ഇതായിരുന്നു സെക്കൻഡ്. ദേ വർ ഇൻഡിപെൻഡൻറ്റ് റൂളേഴ്സ്, വട്ടൻ ജാഗീർസ് ആൻഡ് സെവറൽ രാജ്പുട്ട് പ്രിൻസിപ്പാലിറ്റി. പിന്നെ തേർഡ്, ദ ലാസ്റ്റ് ഗ്രൂപ്പ് സ്റ്റേറ്റ് വേർ ദ ചില സ്റ്റേറ്റ്സ് ഒക്കെ മറാത്താസ്, സിഖ്സ് ആൻഡ് ജാട്സ്. ഇവർ 3 പേരാണ് മറ്റേ സ്റ്റേറ്റ്സ് ഒക്കെ കൺട്രോൾ ചെയ്തത്. അങ്ങനെയാണ് മുഗളുടെ കീഴിൽ മുഗൾ വീക്കായപ്പം ഈ 3 ഭാഗമായിട്ടാണ് നമ്മളെ സബ് കോണ്ടിനെൻറ്റ് ഡിവൈഡ് ചെയ്തത്. ദ ലാസ്റ്റ് ഗ്രൂപ്പ് ഇൻക്ലൂഡ് സ്റ്റേറ്റ് അണ്ടർ ദ കൺട്രോൾ ഓഫ് മറാത്ത, സിഖ്സ് ആൻഡ് അതേഴ്സ് ലൈക്ക് ദ ജാട്സ്. കണ്ടോ? അപ്പോൾ അതായിരുന്നു. നൗ വിൽ കം ടു ദ ഓൾഡ് മുഗൾ പ്രോവിൻസ്. ഈ ഓൾഡ് മുഗൾ പ്രോവിൻസ് പറഞ്ഞാൽ ഇത് 3 ആണ്: അവാദ്, ബംഗാൾ ആൻഡ് ഹൈദരാബാദ്. കണ്ടോ? all the 3 states by found number of high മുഗൾ. അപ്പോൾ എന്നാൽ ഇൻഡിപെൻഡൻറ്റ് റൂളേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ദ മുഗൾ നോബിലിറ്റി. ഞാൻ പറഞ്ഞില്ലേ, ഈ പിന്നെ മൻസബ്ദാർ ആൻഡ് ദ സുബേദാർ ഒക്കെ, ആ നോബിൾസൊക്കെയാണ് ശക്തിയായിട്ട് വന്നത്. അപ്പോൾ അവരൊക്കെ ഗവർണേഴ്സ് ആയിരുന്നു. ഈ അതായത് ആരായിരുന്നു? അവാദത്തെ ഗവർണർ സാദത്ത് ഖാൻ, അവാദ്. പിന്നെ ബംഗാളത്തെ മുർഷിദ് കുലി ഖാൻ, അതാണിത്. പിന്നെ കൂടാതെ ഹൈദരാബാദ് അസഫ് ജാ. ഇവർ 3 നോബിൾസ് ആയിരുന്നു ഈ 3 ഓൾഡ് പ്രോവിൻസത്തെ ഹെഡായിട്ട്, ചീഫായിട്ട്. പിന്നെ ഇവിടെ പറയുന്നത് എന്താണ്? അസഫ് ജാ ആൻഡ് മുർഷിദ് കുലി ഖാൻ, ദാറ്റ് ഇസ് മുർഷിദ് കുലി ഖാൻ ആൻഡ് അസഫ് ഖാൻ ഹെൽഡ് എ സത്ത് റാങ്ക്. നിങ്ങളൊരു ആ ചാപ്റ്ററിൽ പഠിച്ചില്ലേ, 4th ചാപ്റ്ററിൽ സത്ത് ഒരു പദവിയാണ്, ഒരു റാങ്കാണ്. ഓഫ് 7,000 ഈച്ച് എന്നാണ് പറയുന്നത്. ആ പദവി 7,000. അതേമാരി സാദത്ത് ഖാന് ഓഫ് അവാദ് 6,000 സത്ത്, അത് ഒരു റാങ്ക് പദവിയായിരുന്നു. അത്ര വരെ ഞാൻ എടുത്തിട്ടുണ്ട്. So much I have taken in this chapter, children. So you all read the lesson very well. The rest I will be continuing in the next video. Thank you, children.